എന്റെ മീനല്ലേ മാനുവിന് നേരത്തെ മീൻ കൊടുത്തല്ലേ എന്ത് വൈകുന്നേരം പോയിട്ട് ടി വി ആക്കി കിട്ടണം. എന്ത് അറിയുന്നത് ഇത് വെച്ചിട്ടൊന്നും കഴിക്കല്ല. അത്ര കഴിക്കണമെങ്കിൽ എൻ്റെ മടി വറ്റ അത്ര കഴിക്കണമെങ്കിൽ എൻ്റെ മടി വറ്റ ഞാൻ കൊണ്ടുപോയ പിന്നെ വിട്ടാ ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് ഗൈസ് കുറെ ദിവസമായി ഇമ്മാക്കും ഉമ്മമാക്കും ഒക്കെ പ്രാങ്ക് കൊടുത്തിട്ട് ഏകദേശം ഒരു 1 മന്തിന് മുകളിലായി. ഒരു മാസത്തിന് മുകളിലായി ഗൈസ്. പക്ഷെ എങ്കിൽ ഇപ്രാവശ്യം ഗൈസ് ഞങ്ങൾ ഒരു പ്രാങ്കുമായിട്ട് വന്നിട്ടുള്ളത്, അതായത് ഒരാൾക്കല്ല ഇമ്മാക്കും ഇമ്മമാക്കുമാണ് പ്രാങ്ക്. അതിലേറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത് ഗൈസ് ഇമ്മമാക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ടി വി, പണ്ടത്തെ ടി വി എങ്ങനെ കേടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റെ കയ്യിൽ നിന്ന് കറിപ്പാത്രം ചിന്തിയിട്ട് ടി വി മുകടായി. അത് ഉമ്മ വെള്ളം കൂട്ടി തുടച്ചപ്പോ ടിവിന്റെ ഡിസ്പ്ലേ പോയി. അപ്പോ ഇമ്മമാക്കാണ് ഈ ടിവിന്റെ നിർബന്ധം. അപ്പൊ ഉമ്മമ്മ എന്താ കാട്ടി വെച്ചാൽ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയപ്പോ തൊഴിലുറപ്പിന്റെ പെൻഷൻ പൈസ കിട്ടിയപ്പോ ഉമ്മമ്മ ഒരു പുതിയ ടി വി വാങ്ങി. ഉമ്മമ്മക്ക് വേണം പറഞ്ഞിട്ട് അത് വാങ്ങി. അപ്പൊ ആ ടിവിന്റെ റിമോട്ട് മറ്റേ മറിച്ചൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇതാക്കല്ല. എല്ലാ കാര്യങ്ങളും ഉമ്മമ്മയാണ് നോക്കല്. അപ്പൊ ഗൈസ് ഞങ്ങളെ പരിപാടി എന്താ വെച്ചാല് പ്രാങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടിവിന്റെ ഡിസ്പ്ലേ, അതായത് ഞാനും അവനും തല്ലൂടും. എടാ ശരിക്കും തല്ലൂടും, ചിരിച്ചൊന്നും ചെയ്യരുത് ഗൈസ്. ഞാനും അവനും തല്ലൂടും. അപ്പൊ ആ ഒച്ചയും വിളിയും കേട്ടിട്ട് ഇമ്മയും വരും. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ടീമൊക്കെ ഒരു സാധനം എടുത്തിട്ട് ഞാൻ ടീമൊക്കെ അറിയില്ല അങ്ങോട്ട് എറിയണ മൈക്ക് കാട്ടും. എന്നിട്ട് ടിവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീന് മാറ്റും. അതായത് ഒരു വാൾപേപ്പർ ഇട്ട് വെക്കും, ഡിസ്പ്ലേ പോയ വാൾപേപ്പർ. അപ്പൊ ഗൈസ് ഇമ്മമാന്റെ അടുത്തുനിന്ന് ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുകയാരം, ഇമ്മമാന്റെ തൊള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാരം. ക്യാമറ റൂമിന്റെ ഉള്ളിൽ ഇരുട്ടായിക്കൊണ്ട് നമ്മൾ രണ്ടു ഭാഗത്ത് ക്യാമറ ഒക്കെ നോക്കട്ടെ. എനിക്ക് ആകെ ഗൈസ് ഇമ്മാനെയാണ് പേടിയുള്ളത്. കാരണം ഇമ്മ എവിടെ എല്ലായിടത്തും നോക്കും, എവിടെ ഇങ്ങനെ ക്യാമറ ഉണ്ടോ ആ ഒരു പേടി നമുക്കുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ അത് കാണാതെ വേണം നമ്മൾ എടുക്കാൻ. ഇപ്പൊ റെഡി അല്ലടാ ഗൈസ്. പിന്നെ വേറെ അതല്ല, അതായത് ഉള്ളിന്നാണ് ക്ലിയർ കുറച്ച് കമ്മി ഉണ്ടാവും. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാം അല്ലേ? കാരണം കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും. സെറ്റ് ആക്കാൻ നോക്കും ഗൈസ് നമ്മൾ. എന്നാ ഓക്കെ അല്ലേ? കുറെ ദിവസമായി പ്രാങ്ക് തുടങ്ങിയിട്ട് ഞങ്ങളിത് വിചാരിച്ചിട്ട് കുറെ ദിവസമായി. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. ഇപ്രാവശ്യം നമുക്ക് ഒത്തൊരുങ്ങിയിരിക്കണം ഗൈസ്. ഉണ്ടോ നമുക്ക് ആദ്യം ഗൈസ് അവിടെ പോയി നിൽക്കണം ഗൈസ്. ഇവിടെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിക്കണേ. ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ടിവിൻ്റെ കോലം. ക്യാമറ നമ്മൾ ഒന്ന് അവിടെ വെച്ചിക്കണേ. പിന്നെ ഒന്ന് ഗൈസ് ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെക്കാനാണ് പണി. എന്നിട്ട് ഇത് ഗ്ലാസ് ഒന്ന് താത്തുക. ഓക്കെ അല്ലേടാ? ഇമ്മ എവിടെ? ഇമ്മ അവിടെ പണി എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ കോഴിക്കളെ എത്താം, ഒരാൾ ഗൈസ് കോഴിക്കളെ ആട്ടിപ്പിടിക്കണ പരിപാടിയാണ് അവിടെ. കണ്ടില്ലേ? എന്താകും എന്നറിയില്ല. കൈയും കാലൊക്കെ വറക്കണുണ്ട്. എടാ സംഭവം പ്ലാൻ എങ്ങനെ അറിയോ? ഞാൻ ഇമ്മാനോട് ചോറ് ചോദിച്ചും. അപ്പോൾ ചോറ് ഇവിടെ കൊണ്ടുവന്ന് തരുമ്പോൾ ഇവൻ ഇന്ത്യയിൽ നിന്ന് മീനെടുക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും കൊണ്ട് കച്ചറാവും. എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നടക്കും ഗൈസ്. ഞാൻ റിമോട്ട് ഇങ്ങനെ പൊളിച്ച് വെച്ച് കേട്ടോ. അതായത് ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ മാറും. കണ്ടില്ലേ? വേണത് ടി വി ഓഫ് ആയിക്കാം. ആണോ? തുടങ്ങല്ലേ? തുടങ്ങാണ്. എടാ ഇന്റെ മീനല്ലേ മാനുവിന് നേരത്തെ മീൻ കൊടുത്തല്ലേ എന്ത് അല്ല ഇന്ത്യ മീൻ എന്ത് ഞാൻ എന്താ പഠിച്ച പിന്നെന്താ ഇന്ത്യന്ന് പിന്നെ ഓർത്ത പിന്നെന്താ? അതിന് കുറച്ച് അച്ഛത്തരം കൂടുതലാണ്. ഇമ്മ എനിക്ക് നേരത്തെ മീൻ കിട്ടില്ല. മീൻ മാറ്റിയത് അച്ഛത്തരം കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിലും ആവോ എടുത്തോ നിന്റെ വേണ്ടി ഹെൽമെറ്റ് എന്തോ എടുത്തിട്ട് ഒന്നാം അതിനകത്ത് കാര്യം
തുറക്കടാ. ഡിസ്പ്ലേ പോയിക്കണം ഇന്ന തല്ലിടുന്ന ഓണ തല്ല്. അനക്ക് ആവശ്യത്തിന് മീൻ തന്നെ അപ്പൊ പിന്നെ ഇന്ത്യ നിർത്താ പിന്നെ തിന്ന് കഴിഞ്ഞാലേ അടങ്ങി നിൽക്കുമ്പോ തിന്ന് കഴിഞ്ഞാലേ തൊളിച്ചോ അങ്ങനെയായിക്കോണ്ട ഇത് എങ്ങനെ എങ്ങനെയാണ് നേരേക്ക് കൊണ്ട നേരേക്ക് കൊണ്ടാന്ന് ഞാനേ 26,000 ആദ്യം ഒരു 10,000 എടുത്തു 6,000 എടുത്തു പിന്നെ 10,000 എടുത്തു 17,000 ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ആ TV വാങ്ങിയത് മര്യാദക്ക് നേരേക്ക് തന്നാ ഒരു മീഡത്തിന്റെ പേരിലാണോ ടി വി പഠിച്ചത് മര്യാദക്ക് രണ്ടാമത്തെ ആണ് ആദ്യത്തെ ടീം ഞാനല്ലേ പഠിച്ചത് അത് ഉമ്മ വെള്ളം കൂടി തുറച്ചു മര്യാദക്ക് നേരേക്കോ എനിക്കതാണല്ലേ 10,000 ഉറുപ്പ്യ ഉണ്ടായിക്കോ 10,000 ഉറുപ്പ്യ മിനിമം ആണോ തന്നെ എനിക്ക് അതിന്റെ പണിയാണോ എന്നാ പിന്നെ എനിക്ക് ഇതിന്റെ പണി കഴിഞ്ഞോ മീൻ കൊടുത്തല്ലേ അമ്മ വാങ്ങി കൊടുത്തല്ലേ അതിനൊക്കെ ഒരു മീൻ അപ്പൊ ഇന്ത്യ മീൻ കറി TV 15,000 ഉറുപ്പ്യ മീനുള്ളത് തന്നെ ആ ചിക്കൻ കൊണ്ട് മൂന്ന് മകൾ വലിച്ചെറി എന്തിനാ പച്ച ചിക്കൻ ഇവിടെ എനിക്കറിയില്ല അമ്മ ഉടനല്ലേ ഇവർക്ക് മുറിയായി അതുകൊണ്ട് വന്നപ്പോഴല്ലേ ഇവിടുത്തെ അംഗം അല്ലെ ഒരു മീൻ എടുത്തിട്ട് അലമ്പാട്ടുള്ള ഓന്റെ തന്നെ ആലോചിച്ച് നോക്കി നായ്ക്കളെ കൊണ്ട് ഇങ്ങനെ കടി വിടൂല കയ്യ മുറിയായി നോക്കട്ടെ ഓ മേലൊക്കെ കയറി കുത്തിയതാണ് എനിക്ക് ഇവിടെ യാതൊരു ഇതുമില്ലേ ഞാൻ ചോദിച്ചോട്ടെ ആയിക്കോട്ടെ ഞാൻ മീന്റെ കണ്ടല്ലേ ഇടുക്കല്ലേ അറിഞ്ഞാലും അല്ലെ ഓരോ അറിയില്ല ആ ചോറിനാണ് അതാണ് എടുത്ത് തൊള്ളിക്കല്ല എനിക്ക് നേരെ വെക്കാണ്ടില്ലേ ഓന്റെ പുതിയ എന്താ നമ്മക്ക് ബാക്കി കൊടുക്കുന്ന വേറെ ഉണ്ടാവില്ലെന്നാ നല്ല കുട്ടിയെ TV എന്തായി വേറെ ഇറക്കി കൊണ്ട വൈകുന്നേരം നമുക്ക് TV ഇറക്കി കിട്ടണം എന്ത് പറഞ്ഞിട്ട് ഇത് തൊച്ചിട്ടൊന്നും കാര്യമല്ല ഇല്ലെങ്കിണ്ടല്ലോ ഇതെടുത്തടിയാണ് എറിഞ്ഞാല് ഇത് വിരാണ്ടെടുത്ത് എറിഞ്ഞാല് മര്യാദക്ക് ചിന്ന TV ഇറക്കിയത് അല്ലെങ്കിൽ അത് എറിഞ്ഞാല് പറഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ ഇറക്കണ്ടേക്ക് ഞാൻ 10,000 ആക്കിയിട്ട് ഓശിക്ക് കിട്ടുണ്ടായിരുന്നു ഇതിനെ രണ്ടാമത് 10,000 ഉറുപ്പ്യ മുടക്കി അറിയാന് പറഞ്ഞോ ആകെ 4:30 5 മണി വരെ ഉണ്ടാവുള്ളൂ പുതിയ ടി വി വാങ്ങിയാ പോരെ 5 മണി വരെ ഉണ്ടാവുള്ളൂ 5 ഹെൽമെറ്റ് എടുത്ത് ഉനക്ക് വല്ല കാര്യം പിന്നെ ടൈം നോക്കും 4:30 5:30 6 മണി നമുക്ക് TV കിടക്കണം സീരിയല് കാണിക്കാല്ലേ ആ സീരിയല് ഞാൻ സീരിയലും കാണും സിനിമയും കാണും എല്ലാം കാണും ഞാൻ കൈ കൊടുക്കിട്ട് വാങ്ങിയാണ് എനിക്ക് അറിയൊന്നുമില്ല എന്റെ കൈക്കല്ലല്ലോ വാങ്ങിയത് എന്തോ ഒരു കണ്ടാല് ഓന് വീരാണ്ട് അറിയാ TV ഈ പണ്ടാറ് ഈ കുന്തഞ്ഞൂടെ വേണ്ട. ഇന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി പെരിയില്. അതായത് ഞാൻ നല്ല മയക്ക് അവിടെ ചോറ് തിന്നോണ്ട് നിൽക്കുകയാണ്. ചോറ് തിന്നോണ്ടെങ്കിൽ ഇവ എൻ്റെ മീനെടുത്ത് കൊണ്ടുപോയി രണ്ടാൾ തമ്മിൽ കച്ചറുണ്ടായി. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എൻ്റെ കയ്യിൽ ഹെൽമെറ്റാണ് ഞാൻ എടുത്തിട്ട് ഇവനെ എറിഞ്ഞതാണ്. പക്ഷേ ടിവിക്ക് കൊണ്ട് ടീവിൻ്റെ ഡിസ്പ്ലേ പോയി. അപ്പോൾ ഞങ്ങൾ TV വാങ്ങാൻ പോവാന്നാണ് ഉമ്മമാരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ TV വാങ്ങാൻ നമ്മൾക്ക് ഇപ്പോൾ പൈസ അല്ല. ഒരു സെക്കൻഡ് ഹാൻഡ് TV വാങ്ങാൻ പറ്റുന്നതെങ്കിൽ നോക്കട്ടെ. ഉമ്മ സെക്കൻഡ് ആയാലും പോരെ? ഉമ്മ സെക്കൻഡ് ഹാൻഡ് ആയാലും പോരെ? പോയി വെക്കാം കിട്ടണം. ഇന്ന് വാങ്ങി നാളെ കളിയിരുന്ന എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇതിന് മുമ്പ് ഒന്ന് മാറിക്കോ. പിന്നെ ഇമ്മ അവിടെ കോഴിക്കള് ഇതാക്കിയത് മതിമ്മ. ആ ഓനോട് ഞാൻ പറഞ്ഞു ഹെൽമെറ്റിനോട് ടീമൊക്കെ അറിയാന് അല്ല ഓരോ കാന്താനും കൂടെ ഭാര്യ മൂത്ത് കണ്ടിയത്
ഇവിടെ അച്ഛണ്ട് ഓന്റെ അല്ല എനിക്ക് എന്തിന്റെ കലിയിനി ഇന്റെ അടുത്ത് ടി വി വാങ്ങാൻ പൈസ അല്ല മാമ, ഞാൻ സത്യമായിട്ട് പറയാണ്. സത്യമായിട്ട് എന്നോട് ആരെയും എറിഞ്ഞു പിടിച്ചാൽ എന്ത് പറഞ്ഞിട്ടോ ടി വിയുടെ വൈകുന്നേരം നമുക്ക് ടി വിയുടെ വെക്കണം. എന്ത് ഞാൻ അമ്മമ്മക്ക് ഒരു കാര്യം പറഞ്ഞതാ. അമ്മമ്മ കാണുന്നില്ലേ ഇമ്മക്ക് സീരിയൽ കാണുന്ന ആ ഇപ്പാട്ട് കണ്ടോ? സീരിയലൊന്നും അല്ല, ടി വി കാണാൻ വേറെ ഒന്നും അല്ല, കണ്ടില്ലേലും നല്ല പാടം. കണ്ടില്ലെങ്കിൽ കാണുന്ന കേറുന്ന ടി വി ഉണ്ടല്ലോ. വേണ്ട 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 ടി വി അവിടെ വേണമെന്ന് മര്യാദ കണക്ക് ടി വി വേണം. വാ നടക്ക് അമ്മ നടക്ക്. ആ ലൈറ്റ് ഓഫ് ആയിക്കണി, വാതിലേക്ക് കുറ്റിട്ടോളി. വേലാക്കോ ജാതി പണിയാക്കാൻ മതി. സെക്കൻഡ് ഹാൻഡ് ടി വി വാങ്ങാൻ ഇന്റെ അടുത്ത് പൈസ ഉള്ളൂ, ഞാൻ ഇപ്പോഴേ പറയണേ. അത് വർക്ക് ചെയ്യില്ലെന്ന് എനിക്കറിയില്ലമ്മ. ടി വി എടുത്തിന്റെ കാര്യത്തിലാണോ എടുത്ത് അറിയാവുന്നത്? പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ പറയണ്ടേ, എന്താ ഈ വീഡിയോ രണ്ടാളും ഓൻ ചോറ് തിന്നപ്പോ ഓനിക്ക് മീൻ കൊടുത്തതാണ്. അതിന്റെ അടിയിൽ കഴിച്ചു എനിക്ക് ചോറ് വളമ്പിയപ്പോ ഇന്റെ മീനിട്ട് കഴിയിട്ട് വളരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയും ഞാൻ തിന്നപ്പോ ഇന്ത്യ നിർത്തിയില്ലല്ലോ. അപ്പൊ എന്താ പിന്നെ എന്ത് കേൾക്കുമ്പോ എന്താ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്, പിന്നെ മനുഷ്യന്മാര് കേട്ടാ എന്താ പ്രശ്നം? മനുഷ്യന്മാരെ അറിയട്ടെ ഇവിടെ ഇതാണ് പ്രശ്നം. നീ ഒരു മീൻ എടുത്തിന് ഓനക്ക് എന്തിനാ ഇന്റെ മീൻ എടുക്കേണ്ട ആവശ്യം? തെറ്റ് പറ്റി, ഇനി മേലാക്കാൻ്റെ ഹാൻഡ് അടുത്ത് വരൂല എന്നാ പോരെ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഇന്റെ അടുത്ത് ടി വി ആവാൻ പൈസ അല്ല, നമ്മള് വെറുതെ പോയി നോക്കാം. ഞാൻ എപ്പോഴും പറയണ വെറുതെ പോയി നോക്കി ചോദിച്ചു വരാം. ഇങ്ങനെ ചേർന്ന് കിട്ടും അപ്പഴേ എനിക്ക് മനസ്സിലാവും. നമ്മളെന്തായാലും ആദ്യത്തെ ടി വി ഞാനല്ലേ പൊട്ടിച്ചത്, ഇത് ഞാൻ ഓക്കെ സമ്മതിച്ചു. അതിന്റെ കയ്യിൽ നിന്ന് മീൻകറി മറിഞ്ഞു, അത് ഇമ്മ വെള്ളം കൂട്ടി തുടച്ചു, അങ്ങനെ പോയി. അന്റെ മൂത്താണോ അന്റെ മൂത്താണോ മടി തെറ്റി ഏൽക്കാൻ എന്താ മടി? ഒന്നുമില്ല കഴിച്ച് നമ്മളെന്തായാലും കടയിലേക്ക് പോയി നോക്കാം. പോലടാ കടം വാങ്ങിയാലും വേണ്ട, കഴി വാങ്ങിയാലും വേണ്ട, ടി വി കിട്ടണം, വേറെ ഒന്നും വേണ്ട. എന്നാ കേറി അവിടെ ഇരിക്കാതെ വണ്ടിമ്മേ പോയി നോക്കാം. എന്നെ കളിച്ചു വെക്കണം. എന്റെ ടി വി ഓടിച്ചാൻ പോരാ. വണ്ടിയിൽ താക്കോൽ എടുത്തമ്മ, 2 വണ്ടിയിൽ താക്കോൽ കൊടുക്കി. 2 വണ്ടിയിൽ താക്കോൽ എടുക്കാതെയാണ് കഴിച്ച് അവിടെ വാതിൽ പൂട്ടി പോ നിൽക്കണേ. അറിയോ? ആ ഹെൽമെറ്റ് കൊടുത്തിട്ടില്ലല്ലോ, 2 ഹെൽമെറ്റ് കൊടുത്തിട്ടില്ല. ഗൈസ് സംഭവം വർക്ക് അയക്കണേ. ഞാൻ ഇനി എന്താ പറയുക പരിപാടി, ഇവലും കൊണ്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ ടി വി എടുക്കാനാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെയും കട്ടണം കയറ്റാം. അപ്പം എന്തായാലും നമുക്ക് കാണാം. ഷാനും ഉമ്മമാനെയും കൊണ്ടിട്ട് സ്കൂട്ടിമ്മ കയറിയിക്കണേ. ബാ വരി പോയി നോക്കട്ടെ ഗൈസ് ടി വി വാങ്ങാൻ. എന്ത് ഇതൊക്കെ എന്നാ എടുത്തിട്ടടി, എടുത്തിട്ടടി. അപ്പോൾ ഞാൻ അമ്മമ്മയോട് പറയാണ്, അമ്മമ്മ എൻ്റെ അടുത്ത് പൈസ അല്ല, ഞാൻ ഇപ്പോഴേ പറയാണ്. ഇത് പറഞ്ഞ ഞാൻ ആവർത്താനൊന്നും അറിയില്ല. ഞാൻ ചൂട് കൊടുത്താണ്. ഇത് ആരൊക്കെ കടം വാങ്ങിയാലും വേണ്ട, ടി വി ഞങ്ങൾ ടി വി വാങ്ങാൻ വേണ്ടി വന്നിക്കാണ്. അവിടെ ഒരു പഴയത് കട ടി വിൻ്റെത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ, അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാൻ അമ്മ, അല്ലെങ്കിൽ എന്താ കാട്ടാ പോയി വന്നാലും ഇല്ല ഇല്ല നേരത്തെ പോയി കേറുന്ന പുതിയ പൈസ അല്ല. ഞാൻ അമ്മമ്മക്ക് ഒരു ചായ വാങ്ങി കൊടുക്കാൻ വെച്ചിട്ട് ഇവിടെ നിർത്തിയതാണ്. അമ്മമ്മക്ക് ചായ ഒന്നും വേണ്ട, അമ്മ തെറ്റിപ്പോവാണ്. അവിടെ ഇരുന്നു ഉമ്മ ഈ വാങ്ങാ ഒന്ന് ചായ കുടിച്ചാൽ ഉമ്മ പൈച്ചിട്ടാണ്. ഞാൻ ചോറ് പോലെ തന്നില്ല. അവിടെ ഒന്നും അറിയാത്ത മയക്കം മാറി നിന്നൊരു കാര്യല്ലേ. ആൾക്കാർ നോക്കട്ടെ, വണ്ടിക്ക് ആൾക്കാർ നോക്കട്ടെ. ഇറങ്ങി പോയോ കേട്ടോ. സ്വന്തം ഞാനും ഒറ്റക്ക് ഒരു തരും കൂടിയായിരിക്കുമ്പോഴോ ഓനെ പറ്റുന്നത് അങ്ങനെ പറ്റില്ലല്ലേ. മുട്ടിയല്ലേ ഗായ്സ്, ഞങ്ങൾ 2-3 കടയിൽ അന്വേഷിച്ചു, പക്ഷേ അവിടെ ഒന്നും സെക്കൻഡ് ഹാൻഡ് ടി വി ഇല്ല. അപ്പം അതിലൂടെ ഞങ്ങൾ പെരീക്കനെ പോന്നിക്കാണ്. മമ്മ 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 ഉമ്മ
ഞാൻ എന്താ കാട്ടുന്നത് ഇന്നോട് വെച്ചിട്ട് ഗൈസ് ഇമ്മക്ക് വലിയ ടിവിന്റെ ആവശ്യമില്ല ഉമ്മമാക്കാണ് ടിവിന്റെ ആവശ്യം ഉണ്ടായി ഉമ്മമ്മ ഞാൻ പറയണ കേക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഉമ്മമ്മ പറയണെന്ന് കേക്ക് ഇമ്മമ്മ ഒന്ന് അടങ്ങി നിക്കി ഇറങ്ങിക്കാൻ ഒഴിവിലേക്ക് കേൾക്കും വേണ്ട. ഇതിപ്പോ ഈ നാട് കാണാൻ കൊണ്ടേതാ അറിയില്ലല്ലോ. ഇമ്മമ്മ ഞാൻ പറയണത് കേക്ക് ഇമ്മമ്മ ഇങ്ങടെ പൈസ ഒക്കെ എടുത്തിട്ട് ഇമ്മമ്മ ഞാൻ പറയണ കേക്ക് കേൾക്കാൻ ഒഴിവില്ല. ചണ്ട ഒന്നും കേൾക്കണ്ട. ഇങ്ങോട്ട് വരി ഇങ്ങനെ ടി വി ഞാൻ പറയണ കേക്ക് ഉമ്മ പറയണത് കേക്ക് ടി വി വേണ്ട. പിന്നെ ഉമ്മമ്മ ഇപ്പൊ എങ്ങോട്ടേ പോണേ ഉമ്മ ഞാൻ പറയണ കേക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാളെ നമുക്ക് അടവിന് വാങ്ങാം. വേണ്ട വേണ്ട. ടി വി തന്നെ വേണ്ട. പിന്നെ എന്താണ് പ്രശ്നം? വേണ്ട. എനിക്ക് ടി വി വേണ്ട. ചണ്ട ഒരു സപ്പോർട്ടും വേണ്ട. ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോണേ എനിക്കറിയില്ല എങ്ങോട്ടാ പോണേ ഞങ്ങൾ സക്കരല്ലേ വേണ്ടാറില്ലേ അങ്ങനത്തെ യാതൊരു സപ്പോർട്ടും ഇമ്മ ഇമ്മ ഇമ്മമാരെ പറഞ്ഞ മനസ്സിലായിക്കാം അത്ര ചെല്ലുന്നില്ല. അത്യാവശ്യം ആരും പോറത്തുണ്ട്. എങ്ങോട്ടീ പോണേ ഇവിടെ വന്നാ ടിവി അല്ലേ അത്യാവശ്യം ആ ടി വി ഇതാക്കാൻ നിൽക്കല്ലേ മാമ കേൾക്കേണ്ട കാര്യമല്ല. എങ്ങോട്ടാ പോണേ കേൾക്കേണ്ട കാര്യമല്ല. അവിടെ ഇരിക്കി നീ കസാലിയിലിരിക്കി എന്റെ വരിയിലിരിക്കാൻ എനിക്ക് ഞെക്കേണ്ട ആവശ്യമില്ല. നല്ല ഞാൻ നല്ല കുട്ടിയൊന്നുമില്ല. ഞാൻ ആറാത്ത കുട്ടിയാണ്. ഇങ്ങനെ പണി എങ്ങോട്ടാ പോണേ ചെറിയില്ല എങ്ങോട്ടാ പോണാകുമ്പോഴെന്ന് പറഞ്ഞേരി നിങ്ങളിത് കാണും ഒരു ടി വി കേടുന്നതിനാണ് പോണത് കച്ചു പഠിച്ചത്. മരത്തുമ്പോ പിടിച്ചു ആദ്യം ഒത്താശിച്ച് വേണ്ട. ഒത്താശിച്ച് വേണ്ടത് തോറ്റല്ലേ. നമുക്ക് നാളെ വാങ്ങാം മാമ. വേണ്ട. സംഭവം ശരിയല്ല ഇവിടുന്ന് തിരിച്ച പറഞ്ഞു അങ്ങോട്ട് പോണ്ട. ഇജ് മനുഷ്യനെ കുതിരയൊക്കെ എന്നല്ലേ ഇജ് കൊണ്ടത് അല്ലേ? ഇജ് ഇങ്ങനെ പോയി കിട്ടേണ്ട കാര്യം തന്നെ ഇല്ലേനല്ലോ. നാളെ വേണ്ടാന്ന് ഇച്ച് വേണ്ട. നാളെയും വേണ്ട ഇന്നും വേണ്ട. ടി വി തന്നെ വേണ്ട. എനിക്ക് 16,000 പിന്നെ 16,000 ഉറുപ്പ്യനുണ്ട. 16,000 ടി വി വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ടില്ല. 6,000 രൂപ ടി വി കയറ്റുള്ളൂ. നന്നാക്കാൻ കൊടുത്ത കാര്യം വാങ്ങി അത് മുണങ്ങി ഇതും വാങ്ങി അത് മുണങ്ങി 16,000 ഉറുപ്പ്യനുണ്ട. ഇച്ചിപ്പോ കിട്ടണ കായ് അല്ലിപ്പോ ടി വി പൊട്ടിച്ചാ മോശമായത്. ഞാനല്ല ഞാൻ നല്ല കുട്ടിയല്ല. ഞാൻ എൻ്റെ ഒപ്പം ആർക്കും ഞാൻ വീടിയൊക്കെ നിൽക്കണമില്ല. ഇങ്ങോട്ട് ഞാൻ വർത്താനം പറയും വേണ്ട. ഞാൻ തണ്ട കൂട്ടിക്കൊണ്ട് പോന്നു. ഞങ്ങളാട്ടും നിൽക്കുമ്പോഴേക്ക് കണ്ട് ഇനി മാത്രം മരോടെ നേരം മുച്ചന്തി മുച്ചന്തി മോന്തിയാ നേരം വിളിക്കുക കറക്കുക എന്താ ചെയ്തോട്ടെ. അല്ല ഇജിപ്പോ നല്ലോണം പറഞ്ഞാണ് ഇജിപ്പോ വിളിച്ചോട്ടെ. ഇജിപ്പോ നാളെ ടി വി വാങ്ങി മറ്റന്നാ വിനി കഴിച്ചു കൊടുക്കാനല്ല. എന്തിനൊക്കെ ഇടങ്ങാറാണ്? എന്തിനാ ഇടങ്ങാറാൻ ആവശ്യമില്ലല്ലോ. ഒന്നല്ലല്ലോ 2 കഴിഞ്ഞില്ലേ. ഇച്ച് ഞാൻ ഒരു സപ്പോർട്ടും കേൾക്കണ്ട. ഇച്ച കഴിഞ്ഞിട്ട് 16,000 ഉറുപ്പ്യുണ്ട്. ഇന്നെ വിളിച്ചേ വേണ്ട. ഇന്നെ വിളിച്ചേ വേണ്ട. പൊട്ടിച്ചുമ്പോ ആലോചിച്ചണ ഇവിടുന്ന് വരി. എന്തിനാ? അല്ല പിന്നെ എന്താ കാട്ടുക? എനിക്ക് എന്ത് കാട്ടിയാലും മതി. നിന്ന് ചാടിക്കളാ. എന്നാ ഞാൻ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണ്ടേ? ഞാൻ പറയണേ കേക്ക് വേണ്ട. എന്നോട് നല്ല മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ അതിലെ പോയപ്പോ ഞങ്ങൾക്ക് ഇവനോട് പറഞ്ഞ അതിലെ പോണ്ടാനോ ഇജ്ജ മനസ്സിനെ കുതിരയാക്കാൻ വേണ്ടിട്ട് ഇജ്ജ് ഇങ്ങനെ തല ഇറ്റാൻ വേണ്ടിക്കൊണ്ട് അല്ലേ? അതിനല്ലേ ചൂണ്ടത്? അല്ലേ ഞാൻ ചായ കണ്ടിക്കണ്.
ഞാൻ ചായ കാണാൻ പോയത് വേണ്ട ഞാൻ 2-3 കടി ഞാൻ ചോദിച്ചില്ലേ ചായ കാണാൻ പോയതല്ല. ഞാൻ എന്നോട് പോത്തേക്ക് പോകണ്ടെന്ന് തന്നെ പറഞ്ഞിക്കണം. അവിടേക്കാണെങ്കിൽ ഞാനില്ല പോകണ്ട, അതിന് ഇവിടുന്ന് ഇറങ്ങുക, ഞാൻ ചാടുകയെന്ന് വരെ അവനോട് ഞാൻ പറഞ്ഞിരിക്കണം. വണ്ടി ചാട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചോദിച്ചോക്ക്. നേരെ ടി വി കിട്ടൂല ഇവിടുന്ന്. കിട്ടണ്ട. പിന്നെന്താ ചെയ്യാ? എന്ത് ചെയ്താലും മല ഒന്ന് ചാടിക്കളാം. ഇജ്ജ് ചാടിയിട്ട് വീഡിയോ എടുത്തോ. ഞാൻ വീഡിയോക്കെ ഇല്ല. എന്താണ് കുറുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ട്. ആ അത്യാവശ്യത്തിന് കുറുമ്പുണ്ട്. ഇതേ തിരക്കില്ലല്ലോ മതില്. അന്നപ്പോ ഇങ്ങനെ വിട്ടാ നാളെ തന്നെ എനിക്ക് ഒരു പെണ്ണെട്ടി കുട്ടികളും മക്കളൊക്കെ ആണല്ലോ. അപ്പൊ എന്താ ചോദിച്ചാ ആ കുട്ടികളെ വിളിച്ച് കൊല്ലുവോ? പേര് പല കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും. മീനല്ലേ അല്ലേ? വെച്ചിട്ട് കൊല്ലലും ഒന്നു ഞാനായാലും ബിസ്ക്കറ്റ് അല്ല. അന്നെ പോലെ അറിയണ്ടനല്ലേ ഞാന്. ഇല്ല വേണ്ട. ഇല്ല അമ്മയൊന്നും വരൂല. അമ്മ ഞാൻ തൊടൂല. ഇമ്മ ഞാൻ തൊടൂല. ഇന്നെ തൊടുന്നവർക്ക് ഞാൻ പോസും. ഞാൻ ഇമ്മ ഞാൻ തൊടൂല. അത്ര കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മടി വട്ടെ. അത്ര കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മടി വട്ടെ. ഞാൻ കൊണ്ടുപോകാം. അത്ര കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മടി വട്ടെ. ഞാൻ കൊണ്ടുപോകാം. ഞാൻ പോസ്. ഞാൻ തല്ലു. ഞാൻ നല്ല കുട്ടിയല്ല. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല പോണ്ട. ഇന്നെ വിട്ടോ. ഇന്നെ വിട്ടോ. ഇല്ലാന്ന് ഒന്ന് ഇരിക്കവിടെ ഇരിക്ക്. ടി വി അല്ലേ നമുക്ക് വേണ്ടിയത്? ആ ടി വി നമുക്ക് ശരിയാക്കാം. അവിടെ ഇരിക്കും. ഏത് കായ്? 16,000 ഉറുപ്പ്യ ടി വി അല്ലേ ഇപ്പൊ വേണ്ടിയത്? 16,000 ഉറുപ്പ്യ. അവിടെ നോക്കിക്കോ. ടി വി ടി വി അല്ലേ വേണ്ടിയത്? ആരോടത്തെ പയറാണാവല്ലേ? ആരോടത്ത് പഴയ ടി വി? നമ്മളെ ടി വി ആണത്. എവിടെ കംപ്ലൈന്റ്? എവിടെ നീച്ചി ഇരുന്നാ മതി. നീച്ചി എവിടെ പൊട്ടിയത്? അവിടെ കാണിച്ചു തരി. അതല്ല പിന്നെ ഇതേത് ടി വി? ഒന്നും പറയാല്ലേ? ആ ടി വി അല്ലത്. പിന്നെ ഇതേത് ടി വി? ആരോ കൊണ്ടെന്ന് വെച്ച ഇവിടെ? അല്ല ആ ടി വി അല്ലത്. അതിന്റെ ഇതൊക്കെ എന്തേ? എന്റെ അടപ്പൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ടോ? പിന്നെ ഇതിപ്പോ ഞാൻ പെട്ടോ? ഇതിലേറെ വലിപ്പമുള്ള ടി വി ഏതാണ്? ഇതിലേറെ വലിപ്പോ ടി വി ആണ്. ഞങ്ങൾ ഇമ്മമാനെ പ്രാങ്ക് ചെയ്താണ്. ഇമ്മമാനും പറ്റിച്ചതാണ്. അറിയോ? വീഡിയോ എടുത്തിട്ട് പറ്റിച്ചതാണ്. ഇത് പ്രാങ്കാണ്. ഇമ്മ ഇത് നമ്മളെ ടി വി ആണ്. ഇത് നമ്മളെ ടി വി ആണ്. പ്രാങ്ക് ചെയ്താണ്. ഞാനും മോണ്ടിന് തല്ലുണ്ടാവണ വായിക്ക് കാട്ടിയാണ് പ്രാങ്ക് ചെയ്താണിത്. ടി വി പൊട്ടിച്ചാണ് വായിക്ക് കാട്ടിയത്. ടി വി അതല്ല. തല്ലൂടിയൊക്കെ പ്രാങ്കാ? ആ ഇത് വീഡിയോ അല്ലേ? ഞങ്ങൾ പ്രാങ്ക് വീഡിയോ എടുത്താണ്. അല്ല ഇപ്പൊ എങ്ങനെ ഈ ടി വി എങ്ങനെ വർക്ക് ചെയ്യണമെന്നാണെന്നാ? അല്ല ഇവിടെ ഇരിക്ക്. എന്താ പറയാനുള്ളത്? ടി വി അതല്ല. ടി വി അതല്ലേ? പിന്നെ ടി വി അതിന്റെ ഇതിന്റെ ഒരു വ്യത്യാസം പറഞ്ഞാണ് നമ്മ. പുതിയ ടി വി ആണെന്നുണ്ടെങ്കിലും മറ്റേ പഴയതിന്റെ വ്യത്യാസം ഇവിടെ അല്ല എന്തേലും നോക്കാനൊക്കെയായിരുന്ന. അതെങ്ങനെ പൊട്ടി എനിക്കറിയില്ല. അത് ചിലപ്പോ പൂസാട്ടിട്ടേക്ക. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് തന്നാണി. യൂട്യൂബ് ഇട്ടാ ഇതിപ്പോ ഞങ്ങള് പെട്ടു. പ്രാങ്ക് വീഡിയോ എടുത്തിട്ട്
ഇത് ടി വി പുതിയ ടി വി വാങ്ങി കൊടുത്തടാ. എടാ ഇതാണ് ഉമ്മമ്മ ടി വി. അല്ല അല്ല ഇമ്മമ്മ ഇതാണ് ടി വി. ഇത് പിടിച്ചാ ആ ടോർച്ച് ടി വി അടിച്ചിട്ട് എന്താ കാര്യം? ഇതിനാണ് കുറച്ചൊന്നും വലിപ്പുണ്ട്. ആ പെട്ടിയാണല്ലോ പെട്ടി ഉണ്ടാക്കിയത് ഇതല്ലേ പെട്ടി. ഈ പെട്ടി റാനാണല്ലോ ഈ പെട്ടി. ഉമ്മമ്മേ ഇങ്ങനെ കൊണ്ട് പുതിയ ടി വി അങ്ങോട്ട് വന്നായി. ഉമ്മമ്മ ഞാൻ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെട്ടിയിലിരുന്ന ടി വി ആണല്ലോ അല്ലേ? ആ ടി വി അതല്ല പിന്നെ അതേ ടി വി നിങ്ങളെ ആരെ കൊണ്ടേലും വിജയിച്ചിട്ടാവും. അങ്ങോട്ട് വന്നാണി അങ്ങോട്ട് വാ ഇവിടെ ഇരിക്കണേ. ഇമ്മേ അത് മമ്മ യൂട്യൂബിന്റെ വീഡിയോ ആണ്. പ്രാങ്ക് വീഡിയോ എടുത്താണ്. നാളെ കോയിനെ കൊണ്ടുപോയി പ്രാങ്ക് വീഡിയോ എടുത്താണ്. ഉമ്മാനെ നമ്മള് പ്രാങ്ക് ആക്കില്ല. അതേപോലെ ഉമ്മമാനെ പ്രാങ്ക് ആക്കിയാണ്. ആടാ യൂട്യൂബ് ഇട്ടാ അങ്ങോട്ട് ഇരുന്ന് നോക്കിക്കോളി. ഞങ്ങൾ എന്താ കാട്ടിയെന്ന് കണ്ടോളി. നോക്കിക്കോ നോക്കോ യൂട്യൂബ് എടുത്തോ. യൂട്യൂബ് എടുത്തിട്ട് ഞങ്ങൾ എന്താ കാട്ടിയ കണ്ടോടിയ. കണ്ടോ ശ്രദ്ധിച്ചു നോക്കിക്കോളി. ഇതിപ്പോ നമ്മളെ അവസാനം നോക്കിയിരിക്കി ടി വി അതല്ല ഇതാക്കണേ. നോക്കോ പരസ്യം ഉണ്ടാവും ആദ്യം മിക്കവാറും. Today I'm presenting you our new reference design. എന്ത് നോക്കിയിരിക്കി അത് വരുവേ ഗൈസ്. ഇതിപ്പോ ഞമ്മള് പെട്ടു. ടി വി അതല്ലാന്ന് ഉമ്മമ്മ അറിയണത്. ഉമ്മമ്മ അതന്നെയാണ് ടി വി. അല്ല ഇവിടുന്ന് ആരാ ടി വി മാറ്റിയാണ് കൊണ്ടുപോയത്? ആരാ ഞങ്ങൾ പ്രാങ്ക് ചെയ്താണെന്ന് പറഞ്ഞില്ലേ? ഉമ്മമ്മ പ്രാങ്ക് ചെയ്ത് പറഞ്ഞ ഉമ്മമാനെ പറ്റിച്ചു. ടി വി പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനും അനിയനും മനഃപൂർവ്വം അടി കൂടി. അതിനല്ലേ ഞാൻ ഇമ്മമാനെ അടുക്കളയ്ക്ക് വിട്ടേ ചോറ് വാങ്ങാന് അല്ലേ? ഉമ്മ അങ്ങോട്ട് പോവുകയും ചെയ്തില്ലേ? നോക്കോ കണ്ടില്ലേ കണ്ടോ? ഈ കോലത്തിലാണ് ഈ നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ? ഇങ്ങനെയല്ല. ഇമ്മമ്മ സത്യമായിട്ടും തന്നെ ഇങ്ങനല്ലേ? രണ്ടു സ്ഥലത്ത് പൊട്ടും. ഉമ്മമ്മ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇമ്മമ്മ പ്രാങ്ക് ചെയ്താണ്. ഇമ്മമാനെ പ്രാങ്ക് ചെയ്താണ്. കോയിനെ അമ്മാനതാക്കിയ വെട്ടാൻ കൊണ്ട് പറഞ്ഞാണ് പറ്റിച്ചില്ലേ? മനസ്സിലായില്ലേ? ഉമ്മമ്മ എന്താണ് ഇങ്ങനെ കിണി? പ്രാങ്ക് ചെയ്താണ് മമ്മ. മേല് വെച്ചാക്കോ ചോദിച്ചോ? എഴുത്താക്കി ഞാൻ അവന്റെ മേത്ത് കയറിന്നു. അത് മേല് വേസ്താവോ? പിന്നെ അവന്റെ മേത്ത് കയറി കുത്തുന്ന വെത്താവൂലേ? അടിച്ചോക്കെ ആരടിച്ചു? ഓന്റെ മേത്ത കൊണ്ടിടും പാടില്ല അറിയോ? വെറുതെ ആക്ഷൻ മാത്രല്ലേ വെറും ഞാൻ ഇങ്ങനെ കാട്ടി അമ്മക്ക് എടുക്കില്ലല്ലോ. എനിക്കായിരുന്നു അടിയിട്ടേ. പ്രശ്നമാണ്. അതൊന്നും പ്രശ്നമല്ല. പ്രാങ്ക് എങ്ങനെയുണ്ട് പറയ്. ആ ചായ കുടിച്ചു അതും കൂടി ഇല്ലാതായി. പറയ് പ്രാങ്ക് എങ്ങനെയുണ്ട് പറയ്. ഇങ്ങനെ പ്രാങ്ക് ചെയ്താല് ചെയ്താല് അടിന്റെ കന്നിവാസാണ് അടിന്റെ കന്യാസംഗീതം. ഗൈസ് അങ്ങനെ ഒടുവിൽ നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയി തീർന്നു. ഉമ്മമാരോട് പറഞ്ഞിട്ട് ഉമ്മമാരോട് വിശ്വസിക്കണില്ല പ്രാങ്കാണ് പറഞ്ഞിട്ടും അല്ലേ? ഇപ്പൊ മനസ്സിലായോ പ്രാങ്ക് എന്താന്ന്? മനസ്സിലായി. ഞങ്ങൾ പോയിക്കുന്ന അവിടുന്ന് ഒരു കുറി കൊണ്ടിങ്ങാണ്ട് പിന്നെ ഇതാക്കി ഞാൻ കരഞ്ഞൊക്കെ ചെയ്തു. അത് വേറെ പ്രാങ്ക്. അത് വേറെ പ്രാങ്ക്. ഇത് വേറെ പ്രാങ്ക്. ഇത് ടി വി കൊണ്ടില്ല പ്രാങ്ക്. ടി വി പൊട്ടിച്ചു എന്നുള്ള പേരില് ഇമ്മാക്ക് ഈ പരിപാടി നേക്കുന്നു തോന്നുന്നു. ഉമ്മാക്ക് വല്ല കോഴിക്കളെ പൂച്ചാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏക്കുകാരം ടി വി ബാധിക്കണമില്ല. അത് ടി വിമ്മ തന്നെ തുടങ്ങണം. സത്യം. ഞാൻ മെയിൻ ആയിട്ട് പിന്നെയും ടാർഗറ്റ് ചെയ്ത് ഉമ്മമാനെ തന്നെയാണ്. പക്ഷെ അത് ഉമ്മമ്മ ഇത്ര ഗംഭീരാക്കും ഞാൻ ഒരിക്കലും ഒന്നിച്ച് അങ്ങനെ കാട്ടി. രണ്ടാമത്തെ അതേമാതിരി തന്നെ കാട്ടിയ പിന്നെ 1000 അങ്ങനെ 1-2 ഉറുപ്പ്യല്ലേ? 16,000 ഉറുപ്പ്യാണ്. ശരിയാണ്. പ്രാങ്കല്ലേ? എന്നാലും ഈ കോളേജ് കാട്ടുന്ന ഞാൻ അറിഞ്ഞോ? പ്രാങ്കെന്ന് വെച്ചാൽ അതിനേമാതിരി പരിപാടി കാട്ടാൻ പാടില്ലേ? എനിക്ക് ഇവിടുന്ന് ചോറ് കൊടുന്നു ഒരു മീൻ എടുത്തു എന്നും പറഞ്ഞാണ്ടാണ് നിങ്ങള് അല്ല ഇമ്മമ്മ ഒന്ന് ആലോചിച്ചോക്ക്. ഒരു മീൻ കണ്ട എടുത്തിന് ആരെങ്കിലും അടി കൂടുവോ? അടി കൂടുക വെച്ചാൽ ഇജ്ജ് കൂടും കൂട്ടല്ല. താളിപ്പൂ ഇതൊക്കെ എനിക്കൊന്നും പറ്റൂല. ഈ മീനിന്റെ ഇതിനാണ് ഇജ്ജ് പോയി ചോറുന്നാൻ കുത്തിരിക്കണം. വളമ്പിയ ചോറ് തന്നെ പൗതി കൊണ്ട് പൗതിയല്ല മുക്കാനെ ഞാൻ കൊണ്ടിട്ടു. കൂട്ടാൻ മോശമാണ്. കറുത്ത ചാറാണ് എനിക്ക് പറ്റൂല. കറുത്ത ചാറാണ് എനിക്ക് പറ്റൂല. അതൊക്കെ എനിക്ക് പറ്റും. എന്നാ അതിനാളല്ലേ കൊടുന്ന് ആയിക്കോട്ടെ. ഈ മീനിന് അടി കൂടിയപ്പോ നല്ലോണം ഇതായി. എന്താ വെച്ചാ ഓനും അതേമാതിരി ഒന്ന് നുള്ളി ഇജ്ജു ഒറ്റ നുള്ളലുണ്ടല്ലോ. പുറത്തൊരാളതല്ലല്ലോ.
എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത് പിന്നെ അത് കൂടെ ഓനെ കാട്ടീനെ പുറത്തേക്ക് കയറി കുത്തുന്നുണ്ട്, ഓനെ കുത്തുന്നുണ്ട്. അത് വീഡിയോ വരുമ്പോ നമുക്ക് കറക്റ്റ് കാണാതെ. അത് പിന്നെ TV അത് കഴിഞ്ഞാണ്ട് TV എറിഞ്ഞു ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കരമായി. രണ്ടാമത്തെ ആദ്യത്തെ TV അങ്ങനെ പോയി. രണ്ടാമത്തെ അതേമാതിരി കട്ടിയപ്പോ ആദ്യത്തെ TV കഴിച്ച് അത് കഴിയുമ്പോ കൂടെ മീൻ വെള്ളം മറിഞ്ഞു. അത് മീൻകറി മറിഞ്ഞു. അത് ഉമ്മ വെള്ളം കൂടി തുടച്ചു. അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനം അങ്ങനെ ഉത്തരവാദി ചിരിച്ചിന്. അതിന്റെ പെയ്യണം. ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും അമ്മമാനെ പ്രാങ്ക് ചെയ്ത് എങ്ങനെ ഈ കൊല്ലങ്ങൾ കാട്ടപ്പോ ഞാൻ അടി നല്ലോണം കിട്ടിക്കിടല്ലേ അല്ലേ? അടി കഴിച്ച് നമുക്ക് പുത്തിരിയാണ്. അതെ, ഇഷ്ടം പോലെ കിട്ടി അടി നന്നാക്കി കിട്ടിക്കുന്നു. കിട്ടിയില്ലേ? ചീത്തയും പറഞ്ഞു അങ്ങനെ ഇങ്ങോളം ഞാൻ ചീത്തറിഞ്ഞു പോയി. ഇന്നെ ഓന്റെ തള്ളി മോനും കണക്കാ ഇമ്മാക്കും കിട്ടിക്കണ അതിന്റെ അടി കൂടെ. ജിങ്ങോലെ ഭാഗത്തേക്ക് പോണ്ട. നേരെ രാത്രി ആയിട്ടോ ഇത്രയും നേരം ഇതിന്റെ പിന്നാലെ നടക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനാ അതിലൊക്കെ കൊണ്ടുപോയത്? അങ്ങനെയാണോ കൊണ്ടുപോവുക? അങ്ങനെയാലും വിശ്വസിപ്പിച്ചണല്ലോ. ഇതാക്കണല്ലോ. അവസാനം ഏറ്റില്ലേ? നല്ല കൊണ്ടില്ലേ പ്രാങ്ക് ഏറ്റോ? എനിക്ക് നല്ലോണം വെറ്റാൻ ചെയ്തില്ല. മേലെടുത്താണ് അത് ചോദിച്ചാ ഇച്ച നല്ലോണം ഏറ്റു. എന്താ വെച്ചാ 2-3 മാസമായിട്ടില്ല. അതിന്റെ സങ്കടം മാറി. അത് തച്ച് പൊട്ടിച്ചു. ആദ്യക്കത് പൊട്ടിച്ചു, അതങ്ങനെ പോയി. രണ്ടാമത് ഇതേമാരിക്ക് പൊട്ടിച്ചു. ഈ കണക്കില് എനിക്കൊരു കുട്ടി ഉണ്ടായ കുട്ടീനെ തച്ച് കാട്ടൂലേ? അപ്പൊ നല്ല ഇറച്ചിക്ക് കേട്ടോ. ആ പെണ്ണിനോട് ഞാൻ വിളിച്ചാടെ വേറെ നിൽക്കുകയാണ്. ഞങ്ങള് വിളിച്ചപ്പോ ആണ് പോണു. ഇമ്മമ്മ ഇത് പറഞ്ഞില്ല, ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞില്ല. അല്ല ഇത് വലിയ സീരിയസ് ആക്കിട്ടോ. ഞാൻ അല്ല റിമോട്ട് എടുത്താ ഇതാക്കണേ. ഇത് മാറ്റി കഴിഞ്ഞത് കഴിഞ്ഞു, മനസ്സിലായോ? അത് മൊത്തം പ്രാങ്കാണ്. ഞാന് അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചു എന്നാ പറഞ്ഞത്. അതെ, ഞാൻ അങ്ങനെ ഒന്നല്ല. അപ്പൊ ആർക്കാരും വിചാരം വരൂലേ? അതാണ്. എന്നാ അമ്മ അതിന്റെ ബാക്കി ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എന്നാ നീച്ച് ഇവിടെ മൊബൈലില് നീച്ച് എല്ലാവർക്കും അസലാമലൈക്കും. ഇഞ്ഞ ഒരു നല്ല പറ്റിച്ചു. ആദ്യം വട്ടം ടാങ്കിന്റെ അവിടെ കൊണ്ടുപോയി പറ്റിച്ചു. ഞാൻ കാര്യ വേണ്ടി എന്താ വണ്ടി പണി ചാടുക വേണ്ടി എന്തൊക്കെയാ ഇച്ചെന്നെ അറിയില്ല എന്തൊക്കെ കഴിച്ചണെന്ന്. ഏതായാലും എന്തായാലും കഴിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കണേ. അതെ, അതിഗംഭീരമായി രേഖപ്പെടുത്തി. എങ്ങനെ ഉണ്ടായി പ്രാങ്ക്? ആരുടെ ആക്ടിങ് ആണ് അടിപൊളിയായിന്ന് പറയണം. ഓവർ അയക്കണമെന്നുണ്ടെങ്കിൽ ഓവറായി പറയണം. അല്ലാന്നുണ്ടെങ്കിൽ അടിപൊളി അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം. ഞാൻ കാര്യം ചെയ്ത് സങ്കടം പറഞ്ഞു. അതല്ല ഇമ്മമാന്റെ ഇന്ത്യന്റെ ഉമ്മമാന്റെ പക്കയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഉമ്മാക്ക് പിന്നെ അവിടെ ഒരു കൂസല്ലോ. അത് പൂച്ചനെ കോയിനെ എന്തെങ്കിലും തൊട്ടാലേ നോവുള്ളൂ. TV വേണ്ടാണ് TV ചോദിച്ചു. ഇനിയിപ്പോ നാളെ ഇഞ്ഞ തല്ലും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് പോകുക. അതിനാണ് ഇറങ്ങി പോവാൻ നിന്ന. അപ്പാപ്പാനോട് ഇറങ്ങി പോവാൻ നിൽക്കാണ്. അമ്മക്ക് TV ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. അതിനാണ് ഇതിനൊരു കൂസല്ല. എല്ലാവരോടും മക്കളെ ഇന്നെ പറ്റിച്ചു പറഞ്ഞേ. മക്കളെ ഇഞ്ഞ പേരും പറ്റിച്ചില്ല എത്തിച്ചുട്ടോ. എന്താ വെച്ചാല് നല്ലോണം അടിയും കിട്ടിയിരിക്കണ്, ചീത്തയും പറഞ്ഞിരിക്കണ്. ഇതിപ്പോ ഞാനാണേലും ഇപ്പൊ രണ്ടാമത്തെ TV നാളൊന്ന് വിരാണ്ടാക്കി പൊട്ടിച്ചു. രണ്ടാമത് ഇതേമാതിരി തന്നെ കാട്ടി. ഇച്ചപ്പ പിരാന്ത് പറഞ്ഞപ്പോ ഇപ്പൊ പിരാന്തോ സങ്കടോ കരച്ചലോ എന്തൊക്കെയാന്ന് ഇച്ചന്നെ അറിയണില്ല. എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാവർക്കും അസ്സലാമലൈക്കും ഗൈസ്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആണ്. എല്ലാവർക്കും അസ്സലാമലൈക്കും.